ലോകത്തിലെ ഏറ്റവും മികച്ച റെയിൽവേ ശൃംഖലകളിലൊന്ന്. വിമാനങ്ങളെ വെല്ലുന്ന വേഗത, അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ. എന്നിട്ടും സ്പെയിനിലെ കോർഡോബയിൽ ഇന്നലെ ആ ദുരന്തം സംഭവിച്ചു. നിരവധി യാത്രക്കാരുടെ ജീവൻ പണയപ്പെടുത്തിയ ആ നിമിഷം. സാങ്കേതിക വിദ്യയുടെ ഉച്ചകോടിയിൽ നിൽക്കുന്ന രണ്ട് ട്രെയിനുകൾ എങ്ങനെ കൂട്ടിയിടിച്ചു? സ്പെയിനിൽ നടുങ്ങിയ ആ അപകടത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്ക്. ജനുവരി 18 ഞായറാഴ്ച വൈകുന്നേരം അഡാമോസിന് സമീപമാണ് അപകടം നടന്നത്. മലഗയിൽ നിന്ന് മാഡ്രിഡിലേക്ക് കുതിച്ചു പാഞ്ഞ ഐറിയോ എന്ന സ്വകാര്യ ട്രെയിൻ പെട്ടെന്ന് പാളം തെറ്റുകയായിരുന്നു. നിയന്ത്രണം വിട്ട കോച്ചുകൾ തൊട്ടടുത്ത ട്രാക്കിലേക്ക് മറിഞ്ഞു. ആ സമയം ഹുയൽവ നഗരത്തിലേക്ക് പോവുകയായിരുന്ന ദേശീയ റെയിൽവേയുടെ റെഫൈൻ ട്രെയിനുമായി അത് അതിശക്തമായി കൂട്ടിയിടിച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ എല്ലാം തകിടം മറിഞ്ഞു. സ്പെയിനിലെ റെയിൽവേയിൽ പ്രധാനമായും രണ്ടു തരം സിഗ്നലിംഗ് അഥവാ സുരക്ഷാ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തേത് ASFA. ഇത് പഴയതും എന്നാൽ വിശ്വസനീയമായ ഒരു സംവിധാനമാണ്. ട്രെയിൻ അമിത വേഗതയിലാണെങ്കിൽ ഡ്രൈവർക്ക് മുന്നറിയിപ്പ് നൽകുകയും ഡ്രൈവർ പ്രതികരിച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി ബ്രേക്ക് ഇടുകയും ചെയ്യും. അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി സ്പെയിൻ പഴയ ASFA സംവിധാനങ്ങളെ മാറ്റി കൂടുതൽ നൂതനമായ ERTMS സംവിധാനങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. തുരങ്കങ്ങളിലും വളവുകളിലും പ്രത്യേക വേഗത നിയന്ത്രണ സെൻസറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഡ്രൈവർമാർക്ക് പ്രത്യേക മാനസികാരോഗ്യ പരിശോധനകളും പരിശീലനങ്ങളും നൽകുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ERTMS ലോകത്തിലെ ഏറ്റവും നൂതനമായ സുരക്ഷാ സംവിധാനമാണിത്. അതിവേഗ ട്രെയിനുകളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ട്രെയിനിന്റെ വേഗതയും സ്ഥാനവും ഉപഗ്രഹ സഹായത്തോടെയും ട്രാക്കിലെ സെൻസറുകൾ വഴിയും ഇത് നിരന്തരം നിരീക്ഷിക്കാൻ സഹായിക്കും. കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട ട്രെയിനുകൾ സാങ്കേതികമായി ഏറെ മികച്ചു നിൽക്കുന്നവയാണ്. മണിക്കൂറിൽ 300 കിലോമീറ്റർ അധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ഇവയിൽ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളായ യൂറോപ്യൻ ട്രെയിൻ കൺട്രോൾ സിസ്റ്റവും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും നൂതനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും എങ്ങനെ പാളം തെറ്റൽ സംഭവിച്ചു എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ ആദ്യത്തെ ട്രെയിനിനെ കുറിച്ച് നോക്കാം. ഐറിയോ ഫ്രെജിയറോസ 1000 എന്ന അത്യാധുനിക മോഡൽ യൂറോപ്പിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ട്രെയിനാണ്. മണിക്കൂറിൽ 360 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളത്. ഇത് ഹിറ്റാച്ചി റെയിലും അൽസ്റ്റോമും ചേർന്നാണ് നിർമ്മിച്ചത്. 95% പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ഈ ട്രെയിൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരിസ്ഥിതി സൗഹൃദ ട്രെയിനുകളിൽ ഒന്നാണ്. രണ്ടാമത്തെ ട്രെയിൻ സ്പെയിനിന്റെ അഭിമാനമായ റെൻഫെ ക്ലാസ് 120 ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നോ? ഇതിന് അതിവേഗ പാതകളിലും സാധാരണ പാതകളിലും ഒരേപോലെ സഞ്ചരിക്കാനാകും. ഏറ്റവും നൂതനമായ രണ്ടു കരുത്തന്മാരാണ് നേർക്കുനേർ കൂട്ടിയിടിച്ചത്. അപകടം നടന്ന പാത ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നവീകരിച്ചതായിരുന്നു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഏകദേശം 500ഓളം യാത്രക്കാരാണ് രണ്ട് ട്രെയിനുകളിലുമായി ഉണ്ടായിരുന്നത്. ഇവിടെയാണ് വലിയൊരു ചോദ്യം ഉയർന്നത്. അമിത വേഗത തടയുന്ന യൂറോപ്യൻ ട്രെയിൻ കൺട്രോൾ സിസ്റ്റം എന്ന ലോകോത്തര സുരക്ഷാ സംവിധാനം ഈ ട്രെയിനുകൾ ഉണ്ടായിരുന്നു. അപകടം നടന്ന ട്രാക്കാകട്ടെ 700 മില്യൺ യൂറോ ചെലവാക്കി കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ മാത്രം നവീകരിച്ചതുമാണ്. നേർരേഖയിലുള്ള ആധുനികമായ ഈ ട്രാക്കിൽ എങ്ങനെ പാളം തെറ്റൽ സംഭവിച്ചു? ഒരു അപൂർവ സാങ്കേതിക പിഴവ് എന്നാണ് അധികൃതർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപകടത്തെ തുടർന്ന് തെക്കൻ സ്പെയിനിലെ അതിവേഗ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ചൈന കഴിഞ്ഞാൽ ലോകത്തെ രണ്ടാമത്തെ വലിയ അതിവേഗ റെയിൽ ശൃംഖലയുള്ള സ്പെയിനിന് ഈ അപകടം വലിയൊരു ആഘാതമാണ്. അന്വേഷണങ്ങൾ തുടരുകയാണ്. ഇത്തരം ദുരന്തങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ സാങ്കേതിക വിദ്യയിൽ എന്ത് മാറ്റമാണ് വേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.